സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനത്തിൽ മന്ത്രിമാർ നാളെ ഗവർണറെ കാണും. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവുമാണ് ഗവർണറെ കാണുക. വിവരങ്ങളുമായി PS അനു നമുക്കൊപ്പം ചേരുകയാണ്. അനു, താൽക്കാലിക VCമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റിരുന്നു. പക്ഷേ അതേ ഉത്തരവിലെ തന്നെ ഒരു ഗണ്ണികയെ വളച്ചൊടിച്ചാണ് ഇപ്പോൾ താൽക്കാലിക VCമാരായി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെ ഉൾപ്പെടെ പുനർനിയമിച്ചത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ പക്ഷം. ഇതിലൊരു അന്വയ നീക്കത്തിന് ഇരുവിഭാഗങ്ങളും തയ്യാറാകണം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ചാൻസലർ വഴങ്ങുമോ നേരിട്ട് കാണുന്നതിലൂടെ മന്ത്രിമാർ? ബിനിൽ, ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം കൂടെ ഇപ്പോൾ നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് നമുക്ക് 13ഓളം സർവകലാശാലകളിലാണ് സ്ഥിരം VCയെ നിയമിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരായ ആർ ബിന്ദുവിനെയും നിയമമന്ത്രി പി രാജീവിനെയും ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി വിധിയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു കണക്കിലെടുത്തുകൊണ്ട് 2 VCമാരെ താൽക്കാലികമായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രാജ്ഭവൻ ഗവർണർ ഇറക്കിയത്. ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവന് ഗവർണർക്ക് കത്തയക്കുകയും ചെയ്തു. ഏതായിരുന്നാലും നാളെ മന്ത്രിമാരായ നിയമമന്ത്രിയായ പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഈ സ്ഥിര നിയമന VC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഈ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോരിനിടെയാണ് ഇങ്ങനെ ഒരു നീക്കം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ബിനിൽ. ഇന്നിപ്പോൾ 3:30 ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോട് ഗവർണർ രാജ്ഭവനിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 13 സർവകലാശാലകളിലെ VC നിയമനം എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക, മനസ്സിലാക്കുക, അതിന്റെ നടപടിക്രമങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി രാജ്ഭവനിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വ്യക്തത പറയുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ രാജ്ഭവനിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി പോകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അതിനിടെയാണ് നാളെ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും 2 മന്ത്രിമാർ, നിയമമന്ത്രിയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നേരിട്ട് ഗവർണറെ കാണുന്നത്. ഇന്നലെ പ്രത്യേകിച്ച് ഈ താൽക്കാലിക VCമാർക്ക് പുനർനിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാൻസലർക്ക് കത്തയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ സംഘം നേരിട്ട് ഗവർണറെ, ചാൻസലറെ കാണുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന്, സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് സ്ഥിരം VCമാരെ നിയമിക്കൂ എന്നുള്ളതായിരുന്നു സർക്കാരിനോടും ഗവർണറോടും, ചാൻസലറായിട്ടുള്ള ഗവർണറോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ അതിൽ ഒരു ഖണ്ഡിക അടർത്തി മാറ്റിയാണ് ഇപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനം ചെയ്താണ് ഇപ്പോൾ പുനർനിയമനം നൽകിയത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാടും. VS അനുവാണ് വിവരങ്ങളുമായി ചേർന്നത്.